റസൂലിൻ്റെ ബാല്യം. ആമുഖം. ബിസ്മിയും ഹംദും സ്വലാത്തും സലാമും ചൊല്ലി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാല്യകാലമാണ് ഈ കൊച്ചു രചനയിൽ. നബി ബാല്യം വിസ്മയകരവും വ്യത്യസ്തവുമാണ്. വിശ്വാസികൾക്ക് വിശ്വാസത്തിൻ്റെ നിറവിന് ഉപയുക്തമായ ഭാഗങ്ങളിൽ ഒന്നാണിത്. തിരുസ്നേഹത്തിന് ഹേതുവായി ഈ പരിശ്രമം അല്ലാഹ് സ്വീകരിക്കട്ടെ. സയ്യിദ് സ്വലാഹുദ്ദീൻ ബുഖാരി, കൂരിയാട്. തിരുനബിയുടെ ബാല്യം. ഒരു കുട്ടി മിണ്ടിപ്പറയാൻ തുടങ്ങുന്ന കാലം തൊട്ട് അതിൻ്റെ ബാല്യകാലം തുടങ്ങുകയായി. ഭാവിയിൽ താൻ ആരാകുമെന്ന് ഒരു കുഞ്ഞ് പ്രകടിപ്പിച്ചു തുടങ്ങുന്ന കാലമാണെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്. എന്നാൽ പതിവ് ബാല്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് റസൂലിൻ്റെ ബാല്യം. ശിശുവായിരിക്കെ തന്നെ നബിയിൽ ബാല്യ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു. ഉമ്മ ആമിന ബീവി തൻ്റെ പൊന്നുമോനെപ്പറ്റി പറയുന്നത് കേൾക്കും. എൻ്റെ ഈ കുഞ്ഞിൻ്റെ സ്ഥിതി അത്ഭുതം തന്നെ. ഞാനിവനെ ഗർഭം ചുമന്നുവെന്നത് ശരി, പക്ഷേ എനിക്ക് ഗർഭസംബന്ധമായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കുട്ടി വയറ്റിൽ കിടക്കുന്നതിൻ്റെ ഭാരം എനിക്ക് തോന്നിയിട്ടേയില്ല. അനുഗ്രഹങ്ങളുടെ പൂക്കാലം. പെറ്റുവീണപാടെ എന്നിൽ നിന്ന് കൊള്ളിയാൻ പോലെ ഒരു പ്രകാശവീചി പുറത്തു വന്നു. നോക്കുമ്പോൾ ആ വെളിച്ചത്തിൽ ബുസ്ര പട്ടണത്തിലെ ഒട്ടകങ്ങളുടെ കഴുത്തുകൾ കാണാൻ സാധിക്കുന്നു. കൈകൾ രണ്ടു നിലത്ത് കുത്തി തല ആകാശത്തേക്കുയർത്തിയാണ് ഇവൻ ഭൂമിയിലേക്ക് പിറക്കുന്നത് തന്നെ. ഇബ്നു ഹിബ്ബാൻ. അനന്തരം ആ കുഞ്ഞ് ഒരു പിടി മണ്ണ് നിലത്ത് നിന്ന് തൻ്റെ കുഞ്ഞിക്കൈകളിൽ വാരി പിടിച്ചു. ഇബ്നുൽ ജൗസി അൽ വഫായിൽ ഇത് രേഖപ്പെടുത്തി. പിന്നീട് കുട്ടി സുജൂദിൽ വീണു. അല്ലാമ ഷംസുദ്ദീൻ ജൗഹരി എഴുതിയതും മറിച്ചല്ല. കണ്ണുകൾ മേലോട്ടുയർത്തിക്കൊണ്ട് പെറ്റുവീണത് ഉന്നത സ്ഥാനത്തും നേതൃ പദവിയും മേളിക്കുന്ന കുഞ്ഞാണിത് എന്നതിൻ്റെ ലക്ഷണം തന്നെ. വാക്കുകൊണ്ടല്ല, കർമ്മം കൊണ്ട് തന്നെ താൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സുജൂദ്. സാധാരണഗതിയിൽ 7 വയസ്സാകുമ്പോൾ കുട്ടികളോട് നിസ്കരിക്കാൻ പറയണമെന്നാണ് കൽപ്പന. എന്നാൽ റസൂൽ പെറ്റുവീണതേ സുജൂദിലേക്ക്. അതുകൊണ്ടാണ് ഈ ശിശു പെറ്റുവീണപ്പോഴേ ബാല്യലക്ഷണങ്ങൾ കാണിച്ചു എന്ന് പറയുന്നത്. ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലയിലാണ് ജനനം. ഇതും ബാല്യാടയാളം തന്നെ. ഇതേക്കുറിച്ച് തിരുനബി പറയുന്നത് കേൾക്കൂ. എനിക്ക് എൻ്റെ രക്ഷിതാവ് നൽകിയ മഹത്തായ ഒരു ആദരവ് തന്നെയാണ് ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലയിൽ ജനിക്കാൻ കഴിഞ്ഞു എന്നത്. എൻ്റെ നഗ്നത അപ്പേരിൽ പിന്നെ ആർക്കും കാണേണ്ടി വന്നിട്ടില്ല തന്നെ. മാലിക്, തുബ്രാനി, അബൂ നുഐം, ഇബ്നു അസാക്കിർ. തികഞ്ഞ വൃത്തിയോടെയാണ് കുഞ്ഞിൻ്റെ പിറവി. മ്ലേച്ഛതകൾ യാതൊന്നുമില്ല. നിലത്ത് കൈകൾ കുത്തി അങ്ങനെ ഇരിക്കുന്നു. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഒരിക്കൽ നബിയോട് പറഞ്ഞത് ചരിത്രം കേട്ടു. തിരുനബിയെ, എന്നെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത് തൊട്ടിൽ പ്രായത്തിൽ ഞാൻ കണ്ട അത്ഭുതമാണ്. അക്കാലത്തൊരിക്കൽ ഞാൻ വന്നപ്പോൾ അങ്ങ് ചന്ദ്രനെ നോക്കി വിരലുകൾ കൊണ്ട് ആംഗ്യം കാട്ടി എന്തൊക്കെയോ സംസാരിക്കുന്നു. ഇത് കേട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശരിയാണ്, ഞാനന്ന് ചന്ദ്രനോട് സംസാരിക്കും. ചന്ദ്രൻ തിരിച്ചിങ്ങോട്ടും മിണ്ടിപ്പറയും. എൻ്റെ കരച്ചിൽ മാറ്റാനായി അത് എൻ്റെ ശ്രദ്ധ ആകർഷിക്കും. സത്യത്തിൽ ചന്ദ്രൻ അർഷിൻ്റെ കീഴെ സുജൂദ് ചെയ്യുന്ന ശബ്ദം ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. ഇബ്നു സഅദ് സ്വഹീഹായ പരമ്പരയിൽ നിവേദനം ചെയ്ത തൊബ്രാനി, ബൈഹഖി. നോക്കൂ, അത്ഭുതമല്ലേ? മറ്റു കുട്ടികളുടെ ശൈശവമോ ബാല്യമോ പോലെയല്ല തിരുനബിയുടേത്. പെറ്റുവീണപ്പോൾ ആ കുട്ടി ലോകത്തോട് സംസാരിക്കും. ലോകം കുട്ടിയെ താരാട്ടാടുന്നു. പലരും കുട്ടിയിൽ ആകൃഷ്ടരാകുന്നു. ചിലർക്ക് ഇസ്ലാമിലേക്ക് വരാനുള്ള പ്രചോദനം പോലും ഈ ശൈശവമാണ്. അല്ലെങ്കിൽ
ഈ ബാല്യകാലമാണ്. കളിക്കൂട്ടുകാർ. 2 വയസ്സാണ് ഒരു കുട്ടിയുടെ മുലകുടി പ്രായം. ഖുർആൻ അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്. തിരുനബി കൃത്യം 2 വർഷം മുലകുടിച്ചിട്ടുണ്ട്. ഇവിടെയും ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാവാതിരുന്നില്ല. അറബി ഉമ്മമാർ അക്കാലത്ത് മുലയൂട്ടാൻ അനുയോജ്യരായ പെണ്ണുങ്ങളെ കണ്ടെത്തും. അവനവൻ്റെ പ്രൗഢിയും സാംസ്കാരിക സ്ഥിതിയും അനുസരിച്ച് അവരവർ കണ്ടെത്തുക. കുട്ടിക്ക് അറിവും നല്ല ശീലവും പകർന്നു കിട്ടാൻ കൂടിയാണ് ഇങ്ങനെയൊരു സമ്പ്രദായം. ഇങ്ങനെ സ്വന്തം മക്കളെ മുലയൂട്ടേണ്ട പെണ്ണുങ്ങളെ അവർ നേരത്തെ തന്നെ നോക്കിവെക്കാറുണ്ട്. മനുഷ്യർ ഒന്നാണ് എന്നൊരു ബോധം ഇതിൻ്റെ അന്തർധാരയാണ്. വിശ്വസ്തതയും വീക്ഷണവിശാലതയും കൊണ്ടാണല്ലോ അവർ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ മറ്റു സ്ത്രീകൾക്ക് ഏൽപ്പിക്കുന്നത്. തിരുനബിക്ക് പല പേർ മുലയൂട്ടി എന്ന് സാധാരണ പറയാറുണ്ട്. എന്നാൽ അവരിൽ രണ്ടുപേരെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. അവരിലൊരാൾ ഉമ്മു ഐമൻ എന്ന ബറക്കയാണ്. ഇമാം ഖുർത്തുബി അവരെ മുലയൂട്ടിയ സ്ത്രീകളുടെ കൂട്ടത്തിൽ എണ്ണിയെങ്കിലും പ്രസിദ്ധമായ അഭിപ്രായത്തിൽ അവർ തിരുനബിയുടെ പരിചാരികയാണ്. അവർ തിരുനബിക്ക് മുല കൊടുത്തിട്ടില്ല. രണ്ടാമത്തെയാൾ ഖൗല ബിൻത്ത് അൽ-മുന്ദിറാണ്. പലരും അവർ നബിക്ക് മുല കൊടുത്തു എന്ന് പറയുന്നുവെങ്കിലും ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഇക്കാര്യം തള്ളിക്കളയുന്നു. ഇമാം അൽ ഇസ്വാബയിൽ എഴുതി, ഇവർ നബിയുടെ പുത്രൻ ഇബ്രാഹിമിനാണ് മുല കൊടുത്തത്. ബാക്കി 8 പേർ ഇനി പറയുന്നു. 1. പെറ്റുമ്മയായ ആമിന ബീവി തന്നെ. പ്രസവത്തെ തുടർന്ന് 7 ദിവസം മഹദി തന്നെയാണ് സ്വന്തം കുഞ്ഞിന് മുല കൊടുത്തത്. 2. സുവൈബത്ത്. അവർ പ്രസിദ്ധയാണ്. നബിയുടെ പിതൃവ്യൻ അബൂലഹബിൻ്റെ അടിമ സ്ത്രീയാണിത്. നബി ജനിച്ചതറിഞ്ഞ അബൂലഹബ് അവളെ സ്വതന്ത്രയാക്കി. തൻ്റെ സന്തോഷം ലോകത്തെ അറിയിച്ചു. അസ്ലം ഗോത്രക്കാരിയാണിവൾ. ഹലീമ ബീവി വന്ന് കുഞ്ഞിനെ ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള ഏതാനും ദിവസങ്ങളാണ് സുവൈബ മുല നൽകിയത്. നബിക്ക് മുമ്പ് ഹംസ റളിയല്ലാഹുവിനും സുവൈബ മുല നൽകിയതായി ചരിത്രത്തിലുണ്ട്. തിരുനബിയും ഖദീജ ബീവിയും പിൽക്കാലത്ത് സുവൈബത്തിനെ വളരെയേറെ ബഹുമാനിച്ചിരുന്നു. തിരുനബി അവർക്ക് വസ്ത്രവും മറ്റും കൊടുത്തയച്ചിരുന്നു. ബനൂ സഅദ് ഗോത്രത്തിൽ നിന്നുള്ള മറ്റൊരു മഹിളയാണ് 3ാമത്തെ മുലയൂട്ടുകാരി. കുട്ടി ഹലീമയുടെ അടുത്തുള്ള സന്ദർഭത്തിലാണ് കുറഞ്ഞ തവണ ഈ സ്ത്രീ മുല നൽകിയതത്രേ. ബനൂ സുലൈം ഗോത്രക്കാരികളായ 3 മഹിളകളാണ് 4ഉം 5ഉം 6ഉം മുലയൂട്ടുകാരികൾ. അബൂ അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, തിരുനബിയെ ബനൂ സുലൈം ഗോത്രക്കാരികളായ 3 പെണ്ണുങ്ങളുടെ അടുത്തുകൂടി കൊണ്ടുപോകാനിട വന്നു. അവർ കുഞ്ഞിനെ കണ്ടതും മുല പുറത്തെടുത്ത് കുഞ്ഞിൻ്റെ വായിൽ വെച്ചു കൊടുത്തു. അവ പാൽ ചുരത്തുകയും കുട്ടി പാൽ കുടിക്കുകയും ചെയ്തു. 7ാമത്തെ മഹദി ഉമ്മു ഫർവയായിരുന്നു. മുസ്തഹഫിലിയാണ് ഉമ്മു ഫർവയെ ഈ ഗണത്തിൽ എണ്ണിയിരിക്കുന്നത്. 8ാമത്തെയാൾ പ്രസിദ്ധയായ ഹലീമ ബീവി തന്നെ. മഹദിക്കാണ് പൂർണ്ണവും വ്യവസ്ഥാപിതവുമായ തിരുനബിയെ താലോലിക്കാനും മുലയൂട്ടാനും സൗഭാഗ്യമുണ്ടായത്. തിരുനബിയുടെ മാതാക്കളാകാൻ അങ്ങനെ 8 മങ്കമാർക്ക് സാധിച്ചു. ഇത് ചെറിയ ഭാഗ്യമല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ ഇണയും തുണയുമായി ഏതാനും സഹോദരന്മാർ ഇതുവഴി കൈവരികയും ചെയ്തു. തിരുനബിയുടെ മാതാപിതാക്കൾക്ക് ആണും പെണ്ണുമായി ഈ ഒരൊറ്റ ആൺതരിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുലകുടി ബന്ധത്തിലൂടെ ഏതാനും സഹോദരന്മാരെ അല്ലാഹു കൊടുത്തതായിരിക്കാം. തിരുനബിയുടെ മാതാപിതാക്കൾ ജനിച്ചത് തിരുനബിക്ക് വേണ്ടി മാത്രമായിരിക്കണം. നബിക്ക് ജന്മം നൽകി അധികം വൈകാതെ താരുണ്യം വിട്ടുമാറും മുമ്പ് 2 ആളും മൺമറയുകയും ചെയ്തു. പിതാവ് അബ്ദുള്ളക്ക് ആ പൂമുഖം കാണാനേ പറ്റിയില്ല. ബാല്യദശ മാറും മുമ്പേ മാതാവ് ആമിനയും കണ്ണടച്ചു. ജ്യേഷ്ഠാനുജന്മാരില്ല. കുഞ്ഞനുജത്തിയോ ഇത്തമാരോ അതുമില്ല. പക്ഷേ മുലകുടി ബന്ധം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പല കളിക്കൂട്ടുകാരെയും സമ്മാനിച്ചു.
അവരിൽ ചിലരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശരിക്കും സ്നേഹപാത്രങ്ങളായി മാറി. ഹംസ റളിയല്ലാഹു അൻഹു തിരുനബിയുടെ മുലകുടി ബന്ധുത്വമുള്ള സഹോദരൻ കൂടിയായിരുന്നു. സുവൈബ തന്നെയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന് മുല നൽകിയ പ്രമുഖ സ്ത്രീ. ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്രേ, തിരുനബിയെ, അങ്ങേക്ക് ഹംസയുടെ പുത്രിയെ ഇണയാക്കിക്കൂടെ? ഖുറൈശികളിൽ ഇത്ര നല്ലൊരു പെൺകുട്ടി വേറെ ഏതുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൾ എൻ്റെ സഹോദരൻ ഹംസയുടെ മകളല്ലേ, കെട്ടാൻ പറ്റില്ല. ഹംസ മുലകുടി ബന്ധത്തിലൂടെ എൻ്റെ സഹോദരനാണ്. അബൂസലമയാണ് ഈ ഗണത്തിൽ വരുന്ന മറ്റൊരു സഹോദരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല നൽകിയ സുവൈബ അബൂസലമയ്ക്കും മുലയൂട്ടിയിട്ടുണ്ട്. മറ്റൊരു സഹോദരൻ ഹലീമ ബീവിയുടെ മകനായ ലംറത്താണ്. അബ്ദുല്ലാഹി ബിൻ ഹാരിസ്, ഹഫ്സ് ബിൻ ഹാരിസ്, മയ്യത്ത് ബിൻ ഹാരിസ് എന്നിവരും മുലകുടി ബന്ധത്തിലൂടെ നബിക്ക് സഹോദരന്മാരായിരുന്നു. ഹിസാമ എന്ന മഹദി ഈ ഗണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരിയാണ്. ഹുദാഫത്തു ഷൈമ എന്ന് മഹദിക്ക് പേരുണ്ട്. ചരിത്രത്തിൽ ഇങ്ങനെ കാണാം. ഒരു ദിവസം ഷൈമ തിരുനബിയെ കാണാൻ വന്നു. അവൾ പറഞ്ഞു, തിരുനബിയെ, ഞാൻ അങ്ങയുടെ പെങ്ങളാകുന്നു മുലകുടി ബന്ധത്തിലൂടെ. തിരുനബി തെളിവ് ചോദിച്ചു. അതോ, നിങ്ങളെ ഞാൻ ഇരുത്താൻ ശ്രമിക്കവേ നിങ്ങൾ എൻ്റെ പുറത്ത് കടിച്ചിട്ടുണ്ട്. ആ കടിയടയാളം ഇപ്പോഴുമുണ്ട്. ഷൈമാ ഇത് പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാല്യകാല സ്മൃതികൾ തികട്ടി വന്നു. തിരുനബി വേഗം തൻ്റെ മേൽത്തട്ടമെടുത്ത് നിലത്ത് വിരിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നാലും പെങ്ങളെ, ഇഷ്ടമാണെങ്കിൽ ഈ വീട്ടിൽ തന്നെ നിൽക്കുക. സ്നേഹവും പരിഗണനയും ഒട്ടും കുറയില്ല. മറിച്ചാണെങ്കിൽ ആവശ്യമായ സാധന സാമഗ്രികൾ തന്ന് സ്വന്തക്കാരിലേക്ക് തന്നെ മടക്കിവിടാം. എന്തു വേണം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അവൾ പറഞ്ഞു, എന്തെങ്കിലും സന്തോഷത്തിന് തന്ന് എന്നെ തിരികെ പറഞ്ഞയച്ചാൽ മതി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ നിറയെ പാരിതോഷികങ്ങൾ നൽകി ഷൈമാഇനെ തിരിച്ചയച്ചു. ബനു സഅദ് ബിൻ ബക്കർ പറയുന്നത് ഇങ്ങനെയാണ്. തിരുനബി ഷൈമാഇന് മഖ്ഹൂൻ എന്ന പേരായ ഒരു അടിമയെയും മറ്റൊരു അടിമ പെൺകുട്ടിയെയും പാരിതോഷികമായി നൽകി. അവർ പിൽക്കാലത്ത് ആ അടിമയെയും പെണ്ണടിമയെയും ഇണകളാക്കി മാറ്റി. അതിൽ സന്താന സമൃദ്ധിയുണ്ടായി. അബൂവസ്സത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു സഹോദരൻ. യസീബിന് ഉബൈദത്താണ് പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യസീദിന് കുറേ വസ്ത്രങ്ങളും 3 അടിമകളെയും ഒരു അടിമ പെണ്ണിനെയും നൽകിയതായി അബൂ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്.